തമ്പുരാന് പ്രാധാന്യം നൽകി ജീവിക്കാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ലേഖനഭാഗമാണ് നാം കാണുക. സ്നേഹമുള്ളവരെ, ഒന്നാം പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുതെന്നാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ പല വ്യക്തികളായിരിക്കാം, സിനിമ നടന്മാരായിരിക്കാം, അതുപോലെ തന്നെ കളിക്കാരായിരിക്കാം, പല ആളുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരാധകരായിട്ട് തീരുന്നത്. ആ തമ്പുരാന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കാരണം എന്തുകൊണ്ടാണ്? അവൻ തന്ന ജീവിതമാണ്, അവൻ തന്നൊരു ഗിഫ്റ്റാണ് ഈ ജീവിതം. ആ ഗിഫ്റ്റ് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് തമ്പുരാനിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അപ്പോഴാണ് ദൈവകൃപ നമ്മിൽ നിറയപ്പെടുക. ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകാനായിട്ട്. എങ്ങനെ? തമ്പുരാൻ്റെ കൃപയിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളെ വഴി നടത്തുന്നത്? ആ തമ്പുരാന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുമ്പോൾ, മറ്റൊന്നിനേക്കാളും പ്രാധാന്യം കൊടുക്കാതെ തമ്പുരാന് പ്രാധാന്യം നൽകാനായിട്ട്. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ദാനമാണ് ആ തമ്പുരാനെന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ട്, തമ്പുരാൻ ഒന്നാം സ്ഥാനം കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തരും സാധിക്കട്ടെ.